മഹാത്മാ കവാരികുളത്തെ സ്മരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ വർഷത്തെ ബജറ്റിൽ 1.5 കോടി രൂപ സാംസ്കാരിക കേരളത്തിന് സമർപ്പിക്കുന്നതിനായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ സ്മാരകം പത്തനംതിട്ട ജില്ലയിൽ തൻ്റെ പ്രവർത്തന ഇടമായ പത്തനംതിട്ട ജില്ലയിലേക്ക് അനുവദിക്കപ്പെടണമെന്നതിന് കവാരികുളം കുടുംബത്തിൻ്റെ കൂട്ടായ്മയുടെ പേരിൽ നിവേദനം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. അതുപ്രകാരം അനുഭാവപൂർവമായ ഒരു മറുപടിയും കുടുംബ യോഗത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ വിശദമായ ഒരു മൊഴികളിൽ കോഴഞ്ചേരി PMC ആളുകൾ ഇന്ന് നടത്തുന്നു. കേരളത്തിൽ നവോത്ഥാന മൂല്യങ്ങളെ വിളിച്ചുയർത്തിക്കൊണ്ട് തൻ്റെ ജനതയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 52 സ്കൂളുകൾ സ്ഥാപിക്കുകയും 50,000 ഏക്കർ ഭൂമി തൻ്റെ ജനതയ്ക്ക് നിർവഹിക്കപ്പെടുന്നതിന് നടപ്പിലാക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് കവാരികുളം. അദ്ദേഹത്തിൻ്റെ വളരെ സവിശേഷകരമായ പ്രവർത്തന ബന്ധം തൊഴിൽ എടുക്കുന്ന ഇടം വലിയ വ്യവസായിക സംരംഭങ്ങളായി മാറ്റപ്പെടുന്നതിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 1915 മുതൽ 12 വരെയുള്ള കാലഘട്ടങ്ങളിൽ 16 വർഷക്കാലം തൻ്റെ ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തന്നെയായിരുന്നു പ്രജാസ്വാമ്യം. വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടിയും സ്ഥാപനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് 52 സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് അതുപോലെ തന്നെ തങ്ങൾക്ക് താമസിക്കുവാനും കൃഷിസ്ഥലവും പര്യാപ്തമായി നേടിയെടുക്കുന്നതിന് വേണ്ടി തൊഴിൽ ഇടങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ അതുപോലെ തന്നെ ജാതി മത അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം അങ്ങനെ വിവിധങ്ങളായ നവോത്ഥാന മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ അദ്ദേഹം നൽകിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളുടെ വളരെ വിശദമായ പഠനങ്ങളും റിസർച്ചുകളും നൽകുവാനുള്ള നടപടിക്രമങ്ങൾക്കായിട്ടാണ് ഈ സ്മാരകം സ്ഥാപിക്കപ്പെടുന്നത്. ആ സ്മാരകം നമ്മുടെ ജില്ലയിൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിലാണ് കവാരികുളം കുടുംബ അതിൻ്റെ ഫലമായാണ് ഇന്നിവിടെ നടന്നിട്ടുള്ള വലിയ കൂട്ടായ്മ. കവാരികുളം കണ്ണകുമാരൻ്റെ ഏതാണ്ട് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ PK കുമാരൻ കവാരികുളത്തിൻ്റെ തുടർച്ചയായി പ്രജാസംവാദമായി ചെങ്ങന്നൂരാണ് അദ്ദേഹം ജീവിച്ച് താമസിക്കുന്നത്. രണ്ടാമത്തെ ആൾ PK ശങ്കരൻ പെരുമ്പട്ടിയിലാണ്. അതായത് കവാരികുളം ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെയാണ് PK ശങ്കരൻ ജീവിച്ചു വന്നത്. അതിൽ ഇളയത് PK നാരായണൻ എരുമേലി ചതുപ്പിലായിരുന്നു താമസിച്ചു വരുന്നത്. കവാരികുളത്തിൻ്റെ നേടിയെടുത്തിട്ടുള്ള ഭൂമി ഇടമായ എരുമേലി ചതുപ്പിലായിരുന്നു. അതിന് ഇളയാൾ PK കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ തന്നെ സമൂലമായി കൊല്ലമളയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഭൂമിയിലാണ് PK കൃഷ്ണനും PK പത്മനാഭനും PK ഉണ്ണിയും താമസിക്കുന്നത്. ഒരു മകളുണ്ടായിരുന്നത് ഇടുക്കി ജില്ലയിലെ കല്ലാർ പ്രദേശത്ത് പെണ്ണമ്മയെ പോലെയുള്ള അമ്മ. മക്കളില്ല. ബാക്കിയുള്ള 6 മക്കളും അവരുടെ അനന്തരാവകാശികളും ഈ ജില്ലയുടെ കോട്ടയം ജില്ലയുടെ ഒക്കെ പ്രമുഖ നൂറുകണക്കിന് കുടുംബങ്ങളായി ജീവിച്ചു വരികയാണ് ചെയ്യുന്നത്. അത് വളരെ ശക്തമായ ഒരു കുടുംബ പ്രവർത്തനം എന്ന നിലയിൽ കുടുംബ കൂട്ടായ്മ വളരെ ശക്തമായ നിലയിൽ ഇടപെട്ട് വരികയാണ്. തൻ്റെ പ്രവർത്തന ഫലമായി രൂപപ്പെട്ടിട്ടുള്ള സമുദായ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിലും കേരളത്തിനകത്ത് വിവിധ തരത്തിലുള്ള തദ്ദേശീയരായിട്ടുള്ള ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തുന്ന സംഭവ സമുദായങ്ങൾ വളരെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ ജനതയുടെ അവകാശങ്ങൾക്കായി അവർക്ക് തന്നെ നൽകുന്ന ശ്രമകരമായ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ശ്ലാഘനീയമായി കാണുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും ഞങ്ങളുടെ പിന്തുണയും ആദരവും ഈ അവസരം ഞങ്ങൾ നൽകുകയാണ്.